എന്ത് ജാതി എന്ത് മതം. നേരത്തെ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി, ജാതിയില്ല മതവുമില്ല ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടയ്ക്ക് ഒരു ഈച്ച തൊട്ട് എറുമ്പ് തൊട്ട് എല്ലാ ജീവിയും ഒന്നാണ്. എല്ലാറ്റിനും ആത്മാവുണ്ട്, മനസ്സിലാവുണ്ട? അതേമാതിരി മനുഷ്യനുള്ള ആത്മാവ് അത്ര തന്നെ. അവർക്ക് തിരിച്ചറിവില്ല. ഒരു പൂച്ച വലിയൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. എന്നാ അവർക്ക് അനുസരിച്ച ബുദ്ധി അവർക്കില്ലേ? പൂച്ചക്ക് നമ്മളെക്കാളും വലിയ ബുദ്ധിയാ ചില സമയത്ത്, അല്ലേ? കൊതുണ്ട് നമ്മളെ കടിക്കുന്നത്, അതിന് ബുദ്ധിയില്ലേ? എന്തുകൊണ്ടാണല്ലോ ഒന്ന് കടിക്കണ്. പക്ഷെ കൊതു ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയെന്ന് പറയില്ല. അപ്പൊ എല്ലാറ്റിനും അതിനനുസരിച്ച് കാര്യങ്ങളുണ്ട്. മനുഷ്യനുണ്ട്. അന്നേരം ഇപ്പം ഇനി ഒരുപാട് മൂവി പിന്നെ അത് വർദ്ധിപ്പിക്കലേ നമ്മളെ ഭക്ഷണത്തിൽ കൂടിയാ. ഭക്ഷണം കഴിക്കണത് നന്നാവണം, ദൈവവിശ്വാസം വേണം. അപ്പൊ കുറച്ചും കൂടി ബുദ്ധി ഉയർന്നു കിട്ടും. ഡിഗ്രി ഭക്ഷണം അധികം കഴിക്കാറില്ലെന്ന് തോന്നുന്നല്ലേ ആവശ്യത്തിന്. ഡിഗ്രി ഉയർന്നു കിട്ടും. ഈ കണ്ണു കണ്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ ബുദ്ധി മന്ദപ്പ് വരും, അകലം കാഴ്ച കുറയും, ധ്യാന കാഴ്ച കുറയും. വേറെ കുഴപ്പമൊന്നുമില്ല. അകന്നു നിൽക്കുന്നത് കാണാൻ നമുക്ക് സാധ്യമല്ല. ഭക്ഷണം അതിനനുസരിച്ച ഭക്ഷണങ്ങളൊക്കെ ആവുമ്പോ ധ്യാനവും മറ്റുള്ളത് ചെല്ലുമ്പോൾ ഉയർന്ന ചിന്താഗതി നമുക്ക് വരിക. അങ്ങനെയുള്ള കുഴപ്പമാണുള്ളത്. വേറെ മനുഷ്യന്റെ ശരീരത്തിനൊന്നുമില്ല. ആക്ച്വലി ഇത് ആത്മാവ് ഏതിൻ്റെയും പരിശുദ്ധിയാണ്. ആത്മാവ് ഏതിൻ്റെയും പരിശുദ്ധിയാണ്. എല്ലാ ജീവിയിലും മനുഷ്യന്റെ ഒക്കെ പരിശുദ്ധിയാണ്. കേടെടുത്തുന്നത് മനസ്സാണ്, നമ്മളെ നയിപ്പിക്കുന്നത് മനസ്സാണ്. അച്ഛൻ അമ്മ ഏട്ടൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇതാണ്: മനസ്സ്, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയം. മനസ്സാണ് എല്ലാറ്റിനും കാരണം. ഇന്ദ്രിയം വേണ്ടാത്ത കാര്യത്തിനും പിന്നെ പ്രേരിപ്പിക്കൂല, മനസ്സ് പ്രേരിപ്പിക്കും, അത് പോയി ചെയ്യുന്നു. ആ വഴിക്ക് നമ്മളെ ആത്മാവും ചെല്ലും. അതായത് ദൈവം എന്ന് പറഞ്ഞ ആത്മാവ് അതിന്റെ ഒപ്പം കൂട്ടി നിൽക്കുക. കാരണം എന്റെ മനസ്സങ്ങട്ടല്ലേ പോണ്. ഇതൊന്നൊക്കെ വേറിടണം. വേറിടാൻ കുറച്ച് പണിയാ. മലപ്പുറം എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട്? മലപ്പുറംകാരുടെ എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജീവനോടില്ല, എന്റെ കുടുംബവും ഇല്ല. അവിടുത്തെ ജനങ്ങളാണ് ഇന്നെ ഈ ലെവലിലേക്കൊക്കെ കൊണ്ടുവന്നുള്ളത്, മലപ്പുറം ജില്ലക്കാര്. ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എന്റെ സ്നേഹിതന്മാർ അവിടെ കുറെ ഉണ്ട്. അതുള്ള കുട്ടികളുണ്ട്, അമീത് പാണ്ഡികസാലുണ്ട്. എന്ത് വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ കുടുംബം ഇന്ന് നിലനിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ സഹായമാണ് ജീവിച്ചത്. ഇത് സത്യമാണ്, ഞാൻ കളവ് പറയില്ല. ആ ജില്ല ആവുകൊണ്ടാണ് എൻ്റെ ഈ പാവപ്പെട്ട ഉണ്ണിനായർ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ സഹായം.